ഷോപ്പിംഗ് പരിപാടി ഉണ്ട്, അതിനാണ് പ്ലാൻ ഉണ്ട്. ഞാൻ അടുത്തത് അതായത് നോക്കട്ടെ, പള്ളി പോയിട്ട് നോമ്പ് തുറന്നിട്ട് ബാക്കി കാഴ്ചകൾ ഫുഡൊക്കെ എന്താണെന്ന് നോക്കട്ടെ, ഒപ്പിച്ചിട്ട് കഴിക്കണമെന്ന്. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ലീവ് ഡേ കേട്ടോ. റൂമൊക്കെ ഒരു ലൈറ്റും കൂടി ഉണ്ട്, ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചു തരാം. അതാൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് പുറത്ത് പോവാണ് കേട്ടോ. റമദാനിലുള്ള ഫസ്റ്റത്തെ വീഡിയോ കഴിഞ്ഞ റമദാൻ നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ റമദാൻ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. ഇതൊക്കെ ഞങ്ങളെ കലാവിരുദ്ധ കേട്ടോ. ഈ സംഭവം മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ അറിയില്ല, നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. റൂമിലുള്ള സെറ്റപ്പാണ്. അതായത് പെട്ടെന്ന് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് വന്നിട്ട് മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട്, മഴയുണ്ട് കേട്ടോ. ചെറുപ്പമൊക്കെ ചില സമയത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്, ഇപ്പോൾ തണുപ്പുണ്ട്. നേരെ പുറത്ത് പോവാണ്. പുറത്ത് നോമ്പറക്കാനുള്ള ഒരു തീരുമാനത്തിലാട്ടോ. അപ്പോൾ കുറേ ആയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയ്ക്ക് സ്വാഗതം. ആകെ അലങ്കോലമായി കിടക്കാട്ടോ. ബെഡൊക്കെ വന്നിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഒന്നും നിൽക്കുന്നില്ല, നമുക്ക് സമയമില്ല, പെട്ടെന്ന് പോകണം. പുറത്ത് നല്ല ക്ലൈമറ്റ് ആണ്, കുഴപ്പമെല്ലാം കണ്ടിട്ട് മഴയൊന്നും പെയ്യില്ലാന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫേസും ഹെഡ്സെറ്റും ഫോണൊക്കെ എടുത്തിട്ട് വേഗം സ്കൂട്ടാവണം. ഏതാണ് അന്നത്തെ പരിപാടി. ഏതായാലും നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ട് അവിടുന്ന് കാണാൻ ഇനി ബാക്കി കാഴ്ചകൾ കേട്ടോ. കാറ് ഇരുട്ടോ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കും. നോമ്പറക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെ ഒപ്പിച്ചിട്ട് നോമ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരെ ബസ്സിന് പോകാനുള്ള പ്ലാനാണ്. നമ്മൾ ഫർവാനിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വീണ്ടും ഫർവാനിയിലേക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റംസാനൊക്കെ ആയിട്ട് ഫസ്റ്റത്തെ പോക്കാണ്. എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളൊക്കെ കിട്ടുമോ നോക്കണം, ഫുഡുകളുണ്ടോ നോക്കണം. നമ്മുടെ നാട്ടിലെ പോലെ റംസാനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഐറ്റംസ് ഇറങ്ങുന്ന സമയമാണ്. ഇപ്പോൾ ഉപ്പിലിട്ടാണെങ്കിലും അത് ഒരുപാട് ഡിഷസ് ഇറങ്ങുന്ന സമയമാണ്, ഫുഡുകൾ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കണം, പറ്റിയെങ്കിൽ കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ഇതേ നോക്കിയ ഒരു സാധനം എടുക്കുന്ന ഒരു മഞ്ഞ സാധനം. ഏതായാലും മുതൽ നമ്മളെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അതിൻ്റെ ഒരു ചുറ്റോറും കുറച്ച് ചെക്കന്മാരും ഫോട്ടോസും വീഡിയോസൊക്കെ റീലൊക്കെ ഇറക്കിക്കൊണ്ടില്ലേ, അതൊരു മുതലാട്ടോ. എന്തോ പണിയാണ് വണ്ടിക്കെന്ന് തോന്നുന്നു. ബാക്കൊക്കെ ആകെ ചളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് എന്താണെന്നറിയില്ല. ഏതായാലും നമ്മളെ ലൊക്കേഷനിൽ പെട്ടെന്ന് പോകണം കേട്ടോ. ബസ് കിട്ടും എന്ന് വിചാരിക്കുന്നു. ബാങ്ക് കൊടുക്കുന്ന മുമ്പ് അവിടെ എത്തണം. നമുക്ക് മുന്നിലാകെ 3/4 മണിക്കൂറുള്ളൂ. 3/4 മണിക്കൂർ ഏകദേശം ആ ഒരു ടൈമോളം ട്രാവലിങ്ങും ഉണ്ട്. എന്താവും നോക്കാം. ഏതാ നമ്മൾ ബ്ലോക്കിലെത്തിൻ്റെ ഇവിടെ നേരെ റൈറ്റിക്ക് തിരിഞ്ഞാൽ നമ്മളെ ബസ് സ്റ്റോപ്പാണ്. നേരെ കയറിപ്പോകും. കയറിയിട്ടുണ്ട്. നേരെ ഫർവാനിയ. അവിടെ ചെന്നിട്ട് കാഴ്ചകൾ കാണാം. എൻ്റെ ആളൊന്നുമില്ല കേട്ടോ, തിരക്കൊന്നും. റംസാനൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരല്ലേ, കാര്യമാണ്. നേരെ ഫർവാനി എത്തിയിട്ട് കാണാം കാഴ്ചകൾ. ഫൈനലി ഫർവാനി എത്തിയിട്ടുണ്ട്. നോക്കി അങ്ങാടി മൊത്തം കാര്യമാണ്. റംസാൻ ആയതുകൊണ്ട് തന്നെ കുറേ കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫുഡിൻ്റെ കോർണറൊന്നും ഉണ്ടാവില്ല. പിന്നെ നോമ്പർ തന്നെ ഏകദേശം എല്ലാം ഓപ്പൺ ആവും. കടികളൊക്കെ വരും. ഏതെങ്കിലും പള്ളി കയറി നോമ്പെടുക്കണം. എൻ്റെ ഇതിലാണ്. ഇത് മുന്നിൽ പള്ളിയുണ്ട്. ഇപ്പം നേരെ പള്ളിയിൽ പോവാം. പള്ളിയിൽ പോയി നോമ്പെടുക്കാന്നുള്ള പ്ലാനാട്ടോ. ഏതായാലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിക്കണം റംസാനല്ലേ. പള്ളിയിൽ പോയിട്ട് നോമ്പെടുന്നിട്ട് ബാക്കി കാഴ്ചകൾ ഫുഡൊക്കെ എന്താണെന്ന് നോക്കട്ടെ, ഒപ്പിച്ചിട്ട് കഴിക്കണമെന്ന്. ഏതായാലും മുന്നിൽ പള്ളിയാണ്. നേരെ പള്ളിയിൽ പോട്ടെ. പങ്കെടുക്കാൻ വെറും 3 മിനിറ്റ് കേട്ടോ. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി പള്ളിക്ക് നോമ്പറന്ന് കേട്ടോ. നമുക്ക് ഇതിൽ ഹോട്ടൽ വെക്കണം. പിന്നെ പള്ളി കയറി ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് പേര് ഫുഡ് കഴിക്കാണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റത്തെ ഒരാളായി മാറി. അതിന് നമുക്കും കിട്ടിയൊരു ചെറിയ പൊതി. നമ്മളതിൽ നോമ്പറന്ന് ഇന്നത്തെ നോമ്പർ അങ്ങനെ കഴിഞ്ഞിട്ടോ. ഇനി എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറണം. അങ്ങനെ ഫൈനലി ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഒരു ഹോട്ടലിൽ നിന്ന് കുറേ തപ്പി പിടിച്ചിട്ടൊരു ഹോട്ടൽ കിട്ടിയത്. ഇത് മലയാളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു ഷോപ്പിംഗ് പരിപാടി ഉണ്ട്, അതിനാണ് പ്ലാൻ ഉണ്ട്. ഞാൻ അടുത്തത് അതായത് നോക്കട്ടെ, ഷോപ്പിങ്ങിൻ്റെ പരിപാടി. നേരത്തെ നോക്കിയപ്പോൾ അങ്ങാടി മൊത്തം കാര്യമാണെങ്കിൽ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. കാരണം നോമ്പ് തുറന്ന് ആൾക്കാരൊക്കെ പുറത്തിറങ്ങി. അപ്പോൾ അങ്ങാടിയിലെ ആളായിട്ടോ. അതെ, ചെറിയൊരു മുസല വാങ്ങി നല്ലൊരു പ്രൈസിന് കിട്ടിയിട്ട്. ഒരു കേടിക്ക് നല്ല അടിപൊളി മുസല കിട്ടി. അപ്പോൾ അതൊന്ന് വാങ്ങി ജസ്റ്റ് ഒരു വെള്ളം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിച്ച് പൊറാട്ടയും ബീഫും കഴിച്ച് മുസലിയും വാങ്ങി വെള്ളം വാങ്ങിയിട്ട് നേരെ വേറൊരു സാധനം കൂടി വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നടക്കാം കേട്ടോ. ഏകദേശം നിസ്കാരം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇശാവാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പള്ളി കയറി മൊത്തം ആളില്ല കേട്ടോ. ഈ ഒരു സമയത്തൊന്നും പുറത്താളില്ല. ഫൈനലി ഇന്നത്തെ ട്രാവലിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫസ്റ്റത്തെ റമദാൻ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് പള്ളിക്ക് നോമ്പായിരുന്നത്. പിന്നെ ഹോട്ടലിൽ പോയി ജസ്റ്റ് ഒരു പൊറാട്ടയും ബീഫൊക്കെ കഴിച്ച് നേരെ ചെറിയ ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു സുഹൃത്തിനെ കണ്ട് നാട്ടിൽ പോയി വന്നതാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡായി കണ്ട കേട്ടോ. അതൊക്കെ
ഇന്നത്തെ കാഴ്ചയിൽ കിട്ടിയൊരു അനുഭവമായിരുന്നു. എന്തായാലും ഫൈനലി കൊള്ളായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ റമദാൻ വ്ളോഗും കൂടിയാണ് നമ്മൾ കുവൈത്തിൽ നിന്ന് ചെയ്യുന്നത് ഇന്നത്തെ കേട്ടോ. ഈ ഒരു വർഷത്തെ ഇതൊക്കെ ഇരുട്ടായിട്ടോ. ഇത് വിളിച്ചത് എന്നിട്ട് വൈൻഡപ്പ് ചെയ്താലും വീഡിയോ. ഫൈനലി അവസാന ഷോപ്പിങ്ങും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇന്നത്തെ യാത്ര ഒരുപാട് അനുഭവം കിട്ടിയിട്ടോ. ഏതായാലും അടിപൊളി യാത്രയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നോമ്പ് നോറ്റ് നമ്മളത്രയും ലോങ് പോയി, പക്ഷെ അനുഭവങ്ങളൊക്കെ കിട്ടിയൊരു യാത്ര കേട്ടോ. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇതായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒപ്പം നിൽക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്നിട്ട് എല്ലാവർക്കും ബൈ ബൈ.